എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേൺ വൈസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ കുമാർ. ഇഗ്നു MA ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പറായിട്ടുള്ള MHI 102 മോഡേൺ വേൾഡ് എന്ന പേപ്പർ അടുത്ത കുറച്ച് ക്ലാസ്സുകളോടുകൂടി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഞാനായിരിക്കും. എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയാം. ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഈ പേപ്പർ MHI 102 കൊണ്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നും അതിലെന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടതെന്നും അതിനെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് സമീപിക്കേണ്ടതെന്നും ഈ ഒരു യൂണിറ്റ് എങ്ങനെയാണ് വിവിധ ടോപ്പിക്കുകൾ, വിവിധ ബ്ലോക്കുകളും ആ ബ്ലോക്കുകൾ പല യൂണിറ്റുകളുമായിട്ട് തിരിച്ചറിയുന്നതെന്നും ഉള്ളതിൻ്റെ ഒരു ആകത്തുക അവലോകനമാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസ് കൂടിയാണ്. എങ്ങനെയാണ് ഈ പേപ്പറിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ ഈ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേപ്പറിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ പഠനത്തിന് എളുപ്പത്തിന് തന്നെയാണ് ഇഗ്നു ചെയ്തിട്ടുള്ളത്. ഒരു ഓർഡറിൽ എങ്ങനെയാണ് ഈ ഒരു മോഡേൺ വേൾഡിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഇതിലുള്ളത്, അതിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം പല ബ്ലോക്കുകളും യൂണിറ്റുകളായിട്ടാണ് ഇഗ്നു ഈ ഒരു പാഠഭാഗത്തെ തരംതിരിച്ചിട്ടുള്ളത്. പല പല ബ്ലോക്കുകളും ആ ബ്ലോക്കുകളിനുള്ളിൽ തന്നെ പല പല യൂണിറ്റുകളുമായിട്ട് നമ്മൾ ഈ പാഠഭാഗം തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും അടുത്ത ഒരു 5 മിനിറ്റിനുള്ളിൽ. ഇനി പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ പേപ്പർ പ്രധാനമായിട്ടും നമ്മളുമായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ കണ്ടന്റ്. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ മോഡേൺ വേൾഡ്, ഇന്നത്തെ ഒരു ലോക സാഹചര്യം നമ്മൾ എടുക്കുക, പല വ്യത്യാസങ്ങൾ പല രാജ്യങ്ങളും പല മനുഷ്യരും തമ്മിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ക്യാപിറ്റലിസം, ഈ നമ്മുടെ ലോകത്തെ പ്രധാന എക്കണോമി ഡീൽ ചെയ്യുന്നത് പ്രൈവറ്റ് എന്റർപ്രൈസസും പ്രൈവറ്റ് ഇൻഡസ്ട്രികളുമാണ്, പ്രൈവറ്റ് പേഴ്സൺസ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഫോണുകളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളും പ്രൈവറ്റ് എന്റർപ്രൈസസ് ആണ് നമുക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ തമ്മിൽ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ. അപ്പൊ ഇങ്ങനെയൊരു എക്കണോമിക് വ്യവസ്ഥിതിയിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ സാഹചര്യം എടുക്കുക, ഡെമോക്രസി, റൂൾ ഓഫ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി പല കാര്യങ്ങളും ലോകത്തെ പല രാജ്യങ്ങളും ബാധ്യസ്ഥരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യയിലായാലും മറ്റു രാജ്യങ്ങളിലായാലും നമുക്ക് കാണാൻ കഴിയുക. ഞാൻ വീണ്ടും പറയുന്ന എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ആകത്തുകയുള്ള ഒരു സെൻസ് ഈ ഒരു പാത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ വേൾഡിലെ പല രാജ്യങ്ങളും പല സോഷ്യൽ സിസ്റ്റങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വേൾഡ് എത്തിപ്പെട്ടത്? നമ്മൾ ഇന്നും ജീവിക്കുന്ന വേൾഡിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഫീച്ചേഴ്സ് എങ്ങനെയാണ് നിലവിൽ വന്നത്? നമുക്കറിയാം പണ്ട് കാലത്ത് മൊണാർക്കി ആയിരുന്നു, ഫ്യൂഡലിസം ആയിരുന്നു. രാജാവിന്റെ സാമന്തവർഗവുമായി പ്രവർത്തിച്ചിരുന്ന കുറെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി അല്ലെങ്കിൽ ഉടമ ഗ്രൂപ്പുകളുമാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൈയാളിയിരുന്നത്. അത് കൂടാതെ ക്ലർജി, ഇപ്പോൾ യൂറോപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലർജി അഥവാ ചർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം വന്നത്? മനുഷ്യൻ ഈ പറയുന്ന മൊണാർക്കിയിൽ നിന്നും ചർച്ചിന്റെ ഒക്കെ ഒരു അപ്രമാദിത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അപ്രമാദത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പുതിയൊരു വേൾഡ് സിസ്റ്റം, ഇന്ന് കാണുന്ന പോലെ ഒരു വേൾഡ് സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് മോഡേൺ വേൾഡ് ആ ഒരു പേപ്പർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ, ചിന്താ രീതി, ഐഡിയോളജിക്കൽ ആയാലും സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആയാലും ഇന്ന് കാണുന്ന ഒരു മോഡേൺ വേൾഡിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ള ഒരു എവല്യൂഷൻ ട്രാക്ക് ചെയ്യുകയാണ് ഈ പേപ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ടും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് മോഡേൺ വേൾഡ് എന്നുള്ള ചോദ്യമാണ്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം അല്ല. അത് ഈ ഒരു പേപ്പർ മൊത്തത്തിൽ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആകെത്തുകയുള്ള ഒരു അവലോകനമാണ്. പക്ഷേ ഈ ഒരു ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊരു സംഭവം ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ യൂണിറ്റ് എങ്ങനെയാണ് ഈ പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഓർഡറാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഈ ഒരു ചോദ്യം കൊണ്ട് നിങ്ങളായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു ഫീച്ചർ ആയാലും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെമോക്രസി, ഫ്യൂഡലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം, അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ തുടങ്ങി സ്റ്റേറ്റ്, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പല പ്രതിഭാസങ്ങൾക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു ബേസിക് എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ മോഡേൺ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 18-19 നൂറ്റാണ്ടിന് ശേഷം വന്ന വലിയ മാറ്റങ്ങൾ, ടെക്നോളജിക്കലി ഇൻഫോർമേഷൻസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും പൊളിറ്റിക്സ്, സോഷ്യോ എക്കണോമിക്കൽ, കൾച്ചറൽ ബേസിക് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു വേൾഡിനെയാണ് നമ്മൾ മോഡേൺ വേൾഡ് എന്ന് പറയാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു
അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു ബേസിക് ഉത്തരമാണത്. അതിന് പുറമെ എങ്ങനെയാണ് ഈ ഓരോ ഫീച്ചറുകളെയും, ഇപ്പൊ ഫ്യൂഡലിസം ആയിക്കോട്ടെ, ക്യാപിറ്റലിസം ആയിക്കോട്ടെ, മോഡേൺ വേൾഡ് എന്ന് പറയുന്ന, മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്ന ചോദ്യം ആയിക്കോട്ടെ, ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെയധികം മനുഷ്യർ വളരെ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഹിസ്റ്റോറിയൻ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത്. ഈ പേപ്പറിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ എന്താണ് റിനൈസൻസ്, അല്ലെങ്കിൽ എന്താണ് എൻലൈറ്റൻമെന്റ് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. എന്താണ് സ്റ്റേറ്റ്, ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന എല്ലാ ഫിനോമിനൻ അല്ലെങ്കിൽ എല്ലാ ഇവന്റ് അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കാണാൻ കഴിയും, ഒരു ബേസിക് എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാൽ പോലും അത് മാത്രം പോരാ. നമ്മൾക്ക് ഈ ലോകം മനുഷ്യനാൽ ഉണ്ടാക്കിയതാണ്. മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനുകൾ, മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള മനസ്സിലാക്കലുകൾ കൊണ്ടാണ് ഈ ലോകത്തെ എല്ലാ ചേഞ്ചുകളും വന്നിട്ടുള്ളത്. അപ്പൊ ആ ചേഞ്ചിന് ഭാഗമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനുകൾ, വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ പേപ്പറിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനുകൾ, വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ബേസിക് എക്സ്പ്ലനേഷനുകൾക്ക് പുറമെ വ്യത്യസ്ത വിഭാഗങ്ങൾ എങ്ങനെയാണ് ഈ ചോദ്യത്തെ ഡീൽ ചെയ്തത്, എങ്ങനെയാണ് ഈ ചേഞ്ചുകൾ വന്നത്, എങ്ങനെയാണ് ഈ ചേഞ്ച് നിലനിൽക്കുന്നത്, നമ്മുടെ മോഡേൺ വേൾഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പല വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ വിഭാഗങ്ങളെ പറ്റി പഠിക്കുകയും ആ എക്സ്പ്ലനേഷനുകളെ പറ്റി പഠിക്കുകയാണ് നമ്മൾ ഈ പേപ്പറിൽ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ പാഠഭാഗത്തെ പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു പേപ്പർ 9 ബ്ലോക്കുകളും 32 യൂണിറ്റുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് ബ്ലോക്കുകൾ 9 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തിയറീസ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്, മോഡേൺ വേൾഡ്, എസെൻഷ്യൽ കമ്പോണൻസ്, മോഡേൺ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ് തുടങ്ങിയ അവസാനം ഡിലെമാസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന 9 ബ്ലോക്കുകളാണ് നമുക്ക് ടോട്ടൽ ഈ പേപ്പറിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബ്ലോക്കിനെ പറ്റി പറയാം, തിയറീസ് ഓഫ് ദ മോഡേൺ വേൾഡ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡേൺ വേൾഡിന്റെ ഉദ്ഭവം എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യത്തെ പറ്റിയുള്ള വ്യത്യസ്ത തിയറികൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ മോഡേൺ വേൾഡ് ഉത്ഭവിച്ചതെന്ന് വ്യത്യസ്ത മനുഷ്യർ മനസ്സിലാക്കിയ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ പോവും. അതിൽ പ്രധാനമായിട്ടും റിനൈസാൻസ്, 12-13 നൂറ്റാണ്ടുകൾ ഇറ്റലി, നോർത്തേൺ ഇറ്റലി, മിഡീവൽ ഇറ്റലിയിൽ ഉണ്ടായി വന്ന ഒരു വ്യത്യസ്ത ചിന്താ പ്രഭാവവും അതിന്റെ വേൾഡിലേക്കുള്ള സ്പ്രെഡിങ്ങും മൂലം ഉണ്ടായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചിന്താ രീതിയിൽ വന്ന റിനൈസൻസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യത്യസ്ത ചിന്തകരുടെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജികൾ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. അതിനുശേഷം 18-19 നൂറ്റാണ്ടിൽ വന്ന എൻലൈറ്റ്മെന്റ് ചിന്താഗതിയെ പറ്റി നമ്മൾ പഠിക്കും. അതിനുശേഷം എൻലൈറ്റ്മെന്റ് എങ്ങനെയാണ് ഈ ലോകത്തെ മാറ്റി മറിച്ചത് എന്നുള്ള ഒരു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഓരോ ബ്ലോക്കുകളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാം. ബ്ലോക്ക് 1, ഒന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള തിയറീസ് ഓഫ് ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ബ്ലോക്ക് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും തിയറികളെ പറ്റിയാണ്. മോഡേൺ വേൾഡിനെ പറ്റിയുള്ള വിവിധ തിയറികൾ, അതിന് കാരണമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ, റിനൈസൻസ് പീരീഡ് ആയിക്കോട്ടെ, അതിനുശേഷമുള്ള എൻലൈറ്റ്മെന്റ് പീരീഡ് ആയിക്കോട്ടെ, ഈ 2 കാലഘട്ടങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ക്രിറ്റിക്സ് ഓഫ് എൻലൈറ്റ്മെന്റ് അഥവാ എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്താ രീതികളെ പറ്റി, പിൽക്കാലത്ത് വന്ന ക്രിറ്റിസിസം, ആ ഒരു കാലഘട്ടത്തിലെ ചിന്താ രീതിയെ ഒരു ക്രിട്ടിക്കൽ വ്യൂവിൽ കൂടെ പിൽക്കാലത്ത് പല സോഷ്യൽ സയന്റിസ്റ്റുകളും കാണുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ യൂണിറ്റ് 3യിൽ പഠിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ബ്ലോക്ക് 2, മോഡേൺ വേൾഡ് എസെൻഷ്യൽ കമ്പോണൻസ്. ഒരു മോഡേൺ വേൾഡിന്റെ എസെൻഷ്യൽ കമ്പോണൻസ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, 1 സ്റ്റേറ്റ്, 2 മാർക്കറ്റ്, 3 സിവിൽ സൊസൈറ്റി. ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ മോഡേൺ വേൾഡ് എസെൻഷ്യൽ കമ്പോണൻസ് എന്ന് പറയുന്ന ബ്ലോക്ക് 2ൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ആ യൂണിറ്റ് വരുമ്പോൾ, അല്ല ആ യൂണിറ്റുകൾ അല്ലെങ്കിൽ ആ ബ്ലോക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് ബ്ലോക്ക് 3, ദ മോഡേൺ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ്. ഇന്ന് നിലവിലുള്ള മോഡേൺ വേൾഡിൽ ഇന്ന് നിലവിലുള്ള പൊളിറ്റിക്സിനെ പറ്റി, രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ, റൂൾ ഓഫ് ലോ, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ സംസാരിക്കുന്നതായിരിക്കും. മാത്രമല്ല മോഡേൺ വേൾഡിന്റെ മുഖമുദ്രയായിട്ടുള്ള ക്യാപിറ്റലിസവും ഇൻഡസ്ട്രിയലൈസേഷനും പോലെ മുഖമുദ്രയായിട്ടുള്ള ഒരു കാര്യമാണ് നാഷണലിസം, ദേശീയത എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയും നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3യിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് എക്കണോമിക്സിന് ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു ബ്ലോക്കാണ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണവും മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയും. ഇതിന്റെ രണ്ടിനെയും പറ്റി നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും.
രണ്ട് തരത്തിലുള്ള വ്യവസായവൽക്കരണം, ഒന്ന് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന വ്യവസായവൽക്കരണം, ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷനും, പിന്നീട് 1917 ശേഷം സോവിയറ്റ് യൂണിയന്റെ വരവോടുകൂടി സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ച ആശയം സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നീട് യൂണിറ്റ് 14 നമ്മൾ അണ്ടർ ഡെവലപ്മെന്റ്, ഈ പറയുന്ന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ വേൾഡ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, നമ്മുടെ വേൾഡിൽ കുറെ അണ്ടർ ഡെവലപ്മെന്റുകൾ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്തായി ബ്ലോക്ക് 5 എക്സ്പാൻഷൻ ഓഫ് യൂറോപ്പ്. നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു ബ്ലോക്കാണ്, ഒരു ഏരിയയാണ്. യൂറോപ്പിന്റെ ആഫ്രിക്കയിലും ഏഷ്യയിലേക്കും അമേരിക്കയിലുമൊക്കെയുള്ള കൊളോണിയൽ സ്പ്രെഡ് അഥവാ സാമ്രാജ്യത്വ വ്യവസ്ഥിതി, കൊളോണിയലിസം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിന്റെ അവസാന യൂണിറ്റ് ആയിട്ടുള്ള ഡീകൊളോണിയലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ഇന്ത്യ അടക്കമുള്ള മുൻകാലത്ത് കൊളോണി ആയിരുന്ന രാജ്യങ്ങളുടെ ഡീകൊളോണിയലൈസേഷൻ പ്രോസസ്, ഈ പറയുന്ന കൊളോണിയൽ കെട്ടുമാറാപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ബ്ലോക്ക് 6 ഇന്റർനാഷണൽ റിലേഷൻസ്. പേര് പോലെ തന്നെ ഇന്ന് മോഡേൺ വേൾഡിൽ നിലനിൽക്കുന്ന ഇന്റർനാഷണൽ റിലേഷനുകൾ, എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്, എങ്ങനെയാണ് രാജ്യങ്ങൾ പരസ്പരം അടുത്തറിയുന്നത്, അവരെങ്ങനെയാണ് ശത്രുതയിലാവുന്നത്, എങ്ങനെയാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നത് തുടങ്ങിയ ഇന്ന് കാലത്തെ മോഡേൺ കാലഘട്ടത്തിലെ ഇന്റർനാഷണൽ റിലേഷനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തായി റവല്യൂഷൻ. ഈ ഒരു ബ്ലോക്ക് നേരത്തെ കൊളോണിയൽ എക്സ്പാൻഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റവല്യൂഷൻ നമുക്ക് വളരെയധികം പരിചയം, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. പ്രധാനമായിട്ടും ഈ മോഡേൺ വേൾഡിന്റെ ഒരു എവല്യൂഷന് വേണ്ടി പ്രധാന പങ്ക് വഹിച്ചുള്ള രണ്ട് പൊളിറ്റിക്കൽ റവല്യൂഷനുകൾ, ഫ്രഞ്ച് റവല്യൂഷൻ 1789 ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയും 1917 കാലഘട്ടം നടന്ന റഷ്യൻ റവല്യൂഷൻ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പോരാത്തതിന് ഈ പറയുന്ന പൊളിറ്റിക്കൽ റവല്യൂഷൻ അല്ലാതെ വിദ്യാഭ്യാസ രംഗത്ത്, നോളജ് രംഗത്തും ടെക്നോളജിക്കൽ IT ഫീൽഡിലും വന്നിട്ടുള്ള കഴിഞ്ഞൊരു 100 കൊല്ലം ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റവല്യൂഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ ഒരു റവല്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലൂടെ. ഇനി അടുത്തതായിട്ട് ബ്ലോക്ക് 8 വയലൻസ് ആൻഡ് റെപ്രഷൻ. നമുക്കറിയാം വളരെയധികം അപകടം നിറഞ്ഞൊരു കാലഘട്ടമാണ് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ടോട്ടൽ വാർ അഥവാ യുദ്ധമുഖം എന്ന് പറയുന്നത് വളരെയധികം വിനാശശക്തിയുള്ള ഒന്നാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇന്ന് ടെക്നോളജിയുടെ സഹായത്താൽ ന്യൂക്ലിയർ വാർ ബോംബുകൾ വരെ ഉണ്ട്. അപ്പോൾ ഹിരോഷിമ നാഗസാക്കി ഒക്കെ നമുക്ക് അത്രയും വിദൂരമല്ല ചരിത്രത്തിൽ. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പ്രധാനമായിട്ട് ഈ ഒരു ഏരിയയിൽ ബ്ലോക്ക് 8 ചർച്ച ചെയ്യാൻ പോകുന്നത്. പുതിയ കാലത്തെ യുദ്ധ രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധം പുതിയ ഈ ലോകത്ത് മോഡേൺ വേൾഡിൽ ഉണ്ടായി വന്നത്, എങ്ങനെയാണ് മോഡേൺ വാർഫെയർ, പുതിയ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വയലൻസ് ആൻഡ് റെപ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല യൂണിറ്റ് 29 വയലൻസ് ബൈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള മിലിറ്റന്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് ബ്ലോക്ക് 9 ഡിലാമാസ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞു മോഡേൺ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ സ്വയം അവകാശപ്പെടുന്നുണ്ട് എന്നെങ്കിൽ കൂടി ഒരു നമ്മൾ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹമല്ല ഒരു മോഡേൺ വേൾഡ് എന്ന് പറയുമ്പോൾ. നമ്മൾ വീണ്ടും പിന്നെയും നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് നിലവിലുള്ള എന്താ പറയാ കുറവുകളും കുറ്റങ്ങളെയും പറ്റി ചർച്ച ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുന്ന ഇനി വരും കാലങ്ങളിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഈ പറയുന്ന ബ്ലോക്കിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്കോളജിക്കലി, ഡെമോഗ്രഫിക്കലി പല പ്രശ്നങ്ങൾ നമുക്ക് ഇന്നും നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് പരമായിട്ട് പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നേരിടുക എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ബ്ലോക്ക് 9 നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെ 9 ബ്ലോക്കുകളിലായിട്ട് 32 യൂണിറ്റുകളായിട്ട് തരംതിരിച്ച് കിടക്കുന്ന ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ അടുത്തൊരു 40-45ഓളം ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് വളരെ കോൺഫിഡൻസോടുകൂടി കവർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്, വളരെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഈ പറയുന്ന ക്ലാസ്സുകൾ കേൾക്കുക, ക്ലാസ്സുകളോടൊപ്പം തന്നെ നോട്ടുകൾ എഴുതുക. ഈ പറയുന്ന ഫർദർ ലേൺ വൈസിന്റെ നോട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, അത് വായിക്കുക. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈസിലി പാസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പർ. ഇതാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പരിചിതമാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ക്ലാസ്സിന്റെ ലക്ഷ്യം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 1 ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിനൈസൻസിനെ പറ്റിയും ദി ഐഡിയ ഓഫ് എൻ ഇൻഡിവിജ്വൽ മാൻ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം. അതുവരേക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ
മനസ്സിരുത്തി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുവരേക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിനൈസൻസുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.